സർ, ഈ എൽസമ്മ എന്ന ആൺകുട്ടി, അതുപോലെ ഒരു മറവത്തൂർ കനവ്, മീശമാധവൻ തുടങ്ങിയ സിനിമകളിലൊക്കെ പ്രകൃതി ഭംഗി ധാരാളം നമ്മളെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു കൃഷിയെയും പ്രകൃതിയെയും കുറിച്ചിട്ട് നല്ല ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ അത്തരം രീതിയിൽ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കൃഷിയും പ്രകൃതിയും സിനിമയായിട്ട് യോജിപ്പിക്കുന്നത്? എന്താണ് അതിൻ്റെ പശ്ചാത്തലം? അല്ല, ഈ 3 സിനിമകളും നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കാർഷിക സിനിമകൾ ഉണ്ടാവണില്ലേ. കൃഷി വിത്തിൻ്റെ വില എന്താ എന്നൊക്കെ പറയുന്ന സിനിമ ഡോക്യുമെൻ്ററി ആവും. പക്ഷേ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത സിനിമകളാണ് മറവത്തൂർ കനവും എൽസമ്മ എന്ന ആൺകുട്ടിയൊക്കെ. അത് ഈവൻ മീശമാധവനിൽ വരെ കാർഷിക ഭൂമിക ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ഒറ്റപ്പാലം ഒരു ഭയങ്കര വെജിറ്റേഷനുള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു 70കളുടെ അവസാനത്തിലും 80കളുടെ ആദ്യത്തിലൊക്കെയാണ് ഈ തിരുവിതാംകൂറിൽ നിന്നുള്ളൊരു കുടിയേറ്റം ഇങ്ങോട്ട് സംഭവിക്കുന്നത്. ഈ കുടിയേറി വന്നവരൊക്കെ കർഷകരായിരുന്നു, കുടിയേറ്റ കർഷകരായിരുന്നു. അവർ വരുന്നത് ഒരു 5-10 ചാക്ക് ഉണക്കക്കപ്പയായിട്ടാണ്. ഒരു സ്ഥലം വളരെ ചെറിയ പൈസക്ക് ഇവിടെ കുന്നും ചെരുവും മുട്ടക്കുന്നുകളൊക്കെ മേടിച്ച് അവിടെ ആദ്യം ഒരു പശുവിനെ മേടിച്ച് കറവ ആരംഭിക്കും, പാല് വിൽപ്പന ആരംഭിക്കും. ബാക്കി രാവിലെ പാല് വിറ്റ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പകല് മുഴുവൻ കിടക്കും. അവിടെ പച്ചക്കറി നടും, കിണർ കുഴിക്കും. ഇത് അപ്പോൾ വളരെ ചെറിയ പൈസയ്ക്ക് ഈ സ്ഥലം വിറ്റ ഇവിടുത്തെ ഒറ്റപ്പാലത്തെ അന്നത്തെ ഭൂസ്വാമിമാരൊക്കെ കുറേ പൊട്ടന്മാർ തിരുവിതാംകൂറിൽ നിന്ന് വന്നിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത മുട്ടക്കൊന്ന് ഇവന്മാർ മേടിച്ച് ഇതെന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും നെഞ്ഞിൽ കൈ വെച്ചു. കാരണം ആ സ്ഥലങ്ങൾ മുഴുവൻ പൂങ്കാവനായി. പച്ചക്കറിയും റബ്ബറും അത് ഇതൊക്കെ കപ്പയും ഒക്കെ ആയിട്ട് ആ മുട്ടക്കുന്നുകളൊക്കെ പച്ചപ്പ് നിറഞ്ഞു. അപ്പം അത് എൻ്റെ കുട്ടിക്കാലത്താണ് സംഭവിക്കുന്നത്. ഞാനൊരു 4ാം ക്ലാസ്സിൽ 5ലൊക്കെ പഠിക്കുന്ന കാലത്താണ് ഈ കുടിയേറ്റം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ഈ കാർഷിക ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒരു ലൈഫ്, ഇവരുടെ ഒരു സ്ട്രഗിള്. അവരുടെ മക്കൾ പലരും അതിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മക്കളൊക്കെ വേറൊരു ഭാഷ സംസാരിക്കുന്ന പിള്ളേർ ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെ വന്നു തുടങ്ങി. അവർ പറയുന്ന കഥകളിൽ വേറൊരു ലൈഫ് എന്താ നമ്മളന്ന് പരിചയിച്ചിട്ടുണ്ട്. അപ്പോൾ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമ കൃഷി ചെയ്യാൻ അതിർത്തി പ്രദേശത്ത് മേടിച്ച പാലായിൽ ഒരു 10-50 സെൻറ്റ് വിറ്റിട്ട് കിട്ടിയ കാശ് കൊണ്ട് ഇവിടെ വന്ന ഏക്കർ കണക്കിന് സ്ഥലം മേടിച്ച് അവിടെ കൃഷി ഇറക്കാൻ വരുന്ന മൈക്കിളിൻ്റെയും ഭാര്യയുടെയും കഥയാണ്. കൃഷിയാണ് അതിൻ്റെ വിഷയം. അതിലൊരു കിണർ കുഴിക്കുമ്പോൾ ഇത് വെടിമരുന്ന് പൊട്ടിയിട്ട് കാലിന് പെരുക്കേറ്റിട്ട് മൈക്കിളിനെ നോക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചാണ്ടി എന്ന് പറയുന്ന ചേട്ടൻ വരുന്നതും അയാൾ കൃഷിയിൽ അവനെ സഹായിക്കുന്നതും നനയ്ക്കുന്നതൊക്കെയാണ് അതിൻ്റെ ആ സിനിമയുടെ വിഷയം. അപ്പോൾ കാർഷിക സിനിമ ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാർഷിക സിനിമയാണ്.